നമസ്കാരം. എല്ലാ പ്രിയ സ്നേഹിതർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയം ജില്ലയിലെ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. മീനച്ചിലാറിൻ്റെ തീരത്ത് മഹാദേവന്റെ അനുഗ്രഹത്താൽ നിലകൊള്ളുന്ന ഈ പുണ്യഭൂമിക്ക് പറയാനുള്ളത് വെറുമൊരു ക്ഷേത്രത്തിൻ്റെ കഥയല്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ചരിത്രവും ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഓർമ്മകളും പിതൃതർപ്പണത്തിൻ്റെ പാരമ്പര്യവും ചേർന്ന ഒരു ആത്മീയ ചരിത്രമാണ് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റേത്. ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായ സ്വാമി ബോധാനന്ദ സ്വാമിയാണ് 1913 നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവനെ പ്രതിഷ്ഠിച്ചത്. ഇവിടെ നിത്യേന നിരവധി ഭക്തരാണ് ഇവിടെ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത് മഹാഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്ര സാന്നിധ്യമാണ്. ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തേന്മാവിൻ ചുവട് ഗുരുദേവന്റെ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്ന പുണ്യസ്ഥലമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്. അത് എന്താണെന്നല്ലേ? 1928 ജനുവരി 16 നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ തേന്മാവിൻ ചുവട്ടിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന സമയത്താണ് ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം ഗുരുവിൻ്റെ മുന്നിൽ അവതരിക്കപ്പെട്ടത്. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, അതുപോലെ TK കിട്ടൻ റൈറ്റർ തുടങ്ങിയവർ ഗുരുവിനോട് വ്രതാനുഷ്ഠാനങ്ങളോടെയുള്ള ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ആശയം അവതരിപ്പിക്കുകയും ഗുരുവിൻ്റെ അനുമതി നേടുകയും ചെയ്തു. ഇതോടുകൂടിയാണ് നാഗമ്പടം മഹാദേവ ക്ഷേത്രവും ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ചരിത്രവും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം രൂപപ്പെടുകയും ചെയ്യുന്നത്. പിന്നീട് 1932 ഡിസംബർ 24 നാഗമ്പടത്തു നിന്ന് ആദ്യ ശിവഗിരി തീർത്ഥാടക സംഘം യാത്ര തിരിക്കുകയും 1933 ജനുവരി 1 അവർ ശിവഗിരിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അതിനാൽ തന്നെ നാഗമ്പടത്തിലെ ആ തേന്മാവ് ഒരു സാധാരണ വൃക്ഷം മാത്രമല്ല, ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ആശയത്തിന് ചരിത്രപരമായ തുടക്കം കുറിച്ച ഇടത്തിൻ്റെ ഒരു മഹത്തായ ഓർമ്മയായിട്ടാണ് ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നത്. ഇനി ഇവിടുത്തെ ബലിതർപ്പണത്തെക്കുറിച്ച് അറിഞ്ഞാലോ? നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതയാണ് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള മണപ്പുറവും പിതൃകർമ്മങ്ങളുടെ പാരമ്പര്യവും. കാലാകാലങ്ങളായി ഇവിടെ പിതൃബലിയും പിതൃതർപ്പണവും നടത്തി വരുന്നതായി പറയപ്പെടുന്നു. ബലിതർപ്പണങ്ങൾക്ക് പ്രസിദ്ധമായ ആലുവ മണപ്പുറം കഴിഞ്ഞാൽ മധ്യ കേരളത്തിലെ പ്രധാന സ്നാനഘട്ടം കൂടിയാണ് നാഗമ്പടം മഹാദേവ ക്ഷേത്ര മണപ്പുറം. കർക്കിടക വാവുബലിക്കായി ഉള്ള പ്രധാന ഒരുക്കങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയും ആണ്. ലോക ചരിത്രത്തിലെ വളരെ പരിശ്രേഷ്ഠമായ ഒരിടമാണ് നാഗമ്പടം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ സാന്നിധ്യം ഉൾപ്പെടെ ലോകപ്രശസ്തരായ ഒരുപാട് സന്യാസ ഗൃഹസ്ഥ ഗുരുദേവ ശിഷ്യന്മാരുടെ ഉൾപ്പെടെ മഹാരഥന്മാരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഒരു പുണ്യഭൂമിയാണ് ചൈതന്യവത്തായ നാഗമ്പട ക്ഷേത്രം. ആ നാഗമ്പട ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് കർക്കിടകവാവ് എന്ന് പറയുന്നത്. ആ കർക്കിടകവാവ് ദിനത്തിൽ കേരളത്തിലെ ഏറ്റവും അധികം ബലിതർപ്പണം നടത്തുന്ന പുണ്യഭൂമികളിൽ ഒന്നാണ് നാഗമ്പടം. ആലുവ മണപ്പുറം പോലെ തന്നെ മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമേറിയ ഒരു സ്ഥലമാണ് നാഗമ്പടം. 10,000-കണക്കിനായിട്ടുള്ള ഭക്തജനങ്ങളാണ് നാഗമ്പടത്തേക്ക് കർക്കിടകവാവ് ദിവസം ഒഴുകിയെത്തുക. ഇവിടെ എല്ലാ ദിവസവും തന്നെ 4 തവണ ബലിതർപ്പണം നടക്കുന്ന ഒരു പുണ്യഭൂമിയാണ്. കേരളത്തിലെമ്പാടും നിന്നും ജനങ്ങൾ എത്തിച്ചേരുകയുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ആദ്യം വന്നത് ആലുവ ദേശത്തു നിന്നുള്ള ആളുകളാണ് നാഗമ്പടത്തെ ബലിതർപ്പണത്തിനായി വന്നത്. അതിനുവേണ്ടിയുള്ള ഗംഭീരമായ തയ്യാറെടുപ്പ് SNDP യോഗം കോട്ടയം യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണയും 10,000-കണക്കിന് ആളുകൾ ഈ മണ്ണിലേക്ക് പ്രകൃതിയുടെ ഈ ഉണ്ടായിരിക്കുന്ന ദുരിതാവസ്ഥയൊക്കെ മാറ്റിക്കൊണ്ടുവരും. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
പതിനായിരക്കണക്കിന് ആളുകളുടെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. ഒരു വശത്ത് ശ്രീ മഹാദേവന്റെ സന്നിധി, മറ്റൊരു വശത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ചരിത്ര സ്മരണകൾ, അതോടൊപ്പം ശിവഗിരി തീർത്ഥാടനത്തിന്റെ ചരിത്രവുമായി ബന്ധമുള്ള തേന്മാവിൻ ചുവട്, പിന്നെ തലമുറകളായി പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ബലിതർപ്പണം നടത്തുന്ന മീനച്ചിലാറിന്റെ മണപ്പുറവും. ഇതെല്ലാം ചേർന്നതാണ് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് അതിൻ്റെ പ്രത്യേകതയും ആത്മീയവും ചരിത്രപരവുമായ പ്രാധാന്യം ലഭിക്കുന്നത്. കോട്ടയത്തിൻ്റെ മണ്ണിൽ ചരിത്രവും വിശ്വാസവും ആത്മീയതയും ഒരുമിക്കുന്ന ഈ പുണ്യസ്ഥലം, അതാണ് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.